ഞാൻ നമിത രാഹുൽ, ടെക്ടോൺ ഐ ഹോസ്പിറ്റലിലെ സീനിയർ കൗൺസിലറാണ്. നാം ഇന്നോട് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ കാഴ്ചാവൈകല്യങ്ങളെ കുറിച്ചാണ്. കുട്ടികളിലെ കാഴ്ചാവൈകല്യങ്ങളെ നമ്മൾ രണ്ട് രീതിയിൽ തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ജനന സമയത്ത് വരുന്ന കാഴ്ചാവൈകല്യം, പിന്നെ ജനിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വരുന്ന കാഴ്ചാവൈകല്യം. ജനന സമയത്ത് വരുന്ന കാഴ്ചാവൈകല്യങ്ങൾ, അതായത് കണ്ണിലെ ലെൻസിനോ അല്ലെങ്കിൽ റെറ്റിന, കൃഷ്ണമണി എന്നിവയ്ക്ക് ജനിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, കഞ്ചനേറ്റൽ ഗ്ലോക്കോമ അതായത് ബുഫ്താൽമസ്, കഞ്ചനേറ്റൽ കാറ്ററാക്റ്റ്, പിന്നെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് റെറ്റിനോപ്പതി ഓഫ് പ്രീമച്യൂരിറ്റി. എന്താണ് റെറ്റിനോപ്പതി ഓഫ് പ്രീമച്യൂരിറ്റി? മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളുടെ റെറ്റിനയിലെ വളർച്ച മുരടിക്കുകയും അത് ഉള്ളിലേക്ക് വളരുകയും കണ്ണിലെ ഞരമ്പിന് ഇളക്കം സംഭവിക്കുകയും തൽഫലമായി കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ജനിക്കുന്ന മക്കളെ നിയോനേറ്റൽ ICU NICUവിൽ പോയി നമ്മൾ കണ്ണിൽ മരുന്നൊഴിച്ച് റെറ്റിനയുടെ വളർച്ച അത് പ്രോപ്പറായി നടക്കുന്നുണ്ടോ എന്നുള്ളത് ഓരോ മന്ത്ലി നമ്മൾ എക്സാമിൻ ചെയ്ത് നമുക്കതിനെ റൂൾ ഔട്ട് ചെയ്ത് കൊണ്ടുവരാൻ മാത്രമേ പ്രതിവിധിയുള്ളൂ. കഞ്ചനേറ്റൽ നമുക്ക് റെറ്റിനയിൽ വരുന്ന പ്രയാസങ്ങൾക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് വരുന്ന പ്രയാസങ്ങളെ കൃഷ്ണമണി മാറ്റി വെച്ചോ അല്ലെങ്കിൽ കഞ്ചനേറ്റൽ കാറ്ററാക്റ്റ് നമുക്ക് തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ വഴിയൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും. അടുത്തത് നമ്മൾ കുഞ്ഞുങ്ങൾ ജനിച്ച് 1-2 വർഷങ്ങൾക്ക് ശേഷം കണ്ടുവരുന്ന കാഴ്ചാവൈകല്യം, അതായത് റിഫ്രാക്റ്റീവ് എറേഴ്സ്, അതായത് നമ്മുടെ കണ്ണിന് വരുന്ന പവറിലുള്ള വ്യത്യാസങ്ങൾ. അത് തന്നെ 3 വിധത്തിൽ വരുന്നുണ്ട്. മയോപ്പിയ അഥവാ ഷോർട്ട് സൈറ്റ്, അസ്റ്റിഗ്മാറ്റിസം, ഹൈപ്പർമെട്രോപ്പിയ അഥവാ ലോങ് സൈറ്റ്. എന്താണ് മയോപ്പിയ? അതായത് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ വന്ന് പതിക്കേണ്ട പ്രകാശരശ്മി റെറ്റിനയുടെ മുൻഭാഗത്ത് വന്ന് പതിക്കുക. അപ്പം അതുമൂലം വരുന്നൊരു കാഴ്ചവൈകല്യമാണ് മയോപ്പിയ. ഇതെങ്ങനെയാണ് കുഞ്ഞുമക്കളിൽ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്? കുട്ടി വളരെ അടുത്തേക്ക് പിടിച്ച് വായിക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിം, മൊബൈൽ ഗെയിമുകളൊക്കെ കുഞ്ഞ് നിയർ ബൈ ആയിട്ട് കൂടുതൽ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മയോപ്പിയ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കുഞ്ഞ് TV കാണുമ്പോൾ വളരെ അടുത്ത് വന്നിരുന്ന് നോക്കുമ്പോൾ പേരൻസ് അത് ശ്രദ്ധിച്ച് അതിനെ നമ്മൾ നേത്രപരിശോധന നടത്തിയിട്ട് നമുക്ക് മയോപ്പിയ കണ്ടീഷൻ വരുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മയോപ്പിയ തിരിച്ചറിയാനായിട്ട് ഇപ്പം നമ്മൾ സ്കൂൾ തലത്തിലെ സ്ക്രീനിങ് പ്രോഗ്രാമുകൾ നിരവധി നടത്തുന്നുണ്ട്. അതായത് ഒരു LKG കഴിഞ്ഞ് ഒരു UKG ഫസ്റ്റ് ഇയർ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ടീച്ചേഴ്സ് ഒരു 6 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ വിഷൻ നോക്കുന്ന ചാർട്ട് അസൈൻ ചെയ്ത് ഒരു കണ്ണുകൊണ്ട് മാത്രം, ഒരു കൈ കൊണ്ട് ഒരു കണ്ണ് മറച്ച് പിടിച്ച് നമ്മൾ വായിപ്പിച്ച് നോക്കും. അതുപോലെ തന്നെ അതറായും നമ്മൾ ക്ലോസ് ചെയ്ത് വായിപ്പിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു കണ്ണിനെ കാഴ്ചക്കുറവ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്ക് മയോപ്പിയ ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനെന്താണ് ട്രീറ്റ്മെൻറ്റ്? കണ്ണട ഉപയോഗിക്കുക. കണ്ണട വെച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വിഷ്വൽ സ്റ്റിമുലസ് ആണ് ഒരു കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കാഴ്ച കുറയുന്നത് അവരുടെ ബ്രെയിനിൻ്റെ സപ്പോർട്ടീവിന് വേണ്ടിയിട്ടും അവരുടെ മെൻ്റലി ഉള്ള വർക്കിനും അത് ദോഷകരമായിട്ട് ബാധിക്കും. അതുകൊണ്ടത് യഥാർത്ഥ സമയങ്ങളിൽ കറക്റ്റ് ചെയ്ത് അവർക്ക് നീഡഡ് ആയിട്ടുള്ള സ്പെക്സ് കറക്ഷൻ കൊടുത്ത് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് പോം വഴിയായിട്ട് വരുന്നത്. കുഞ്ഞുങ്ങളിൽ 50% ഇപ്പോൾ ഇന്ത്യയിൽ മയോപ്പിയ ചേഞ്ചസ് ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സിംഗപ്പൂർ, ചൈന രാജ്യങ്ങളിലൊക്കെ ഒരു 70% മേലെയും കുട്ടികളിലെ മയോപ്പിക് ചേഞ്ചസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന അടുത്ത റിഫ്രാക്റ്റീവ് എററാണ് അസ്റ്റിഗ്മാറ്റിസം, അതായത് നമ്മുടെ റെറ്റിനയിൽ ചെരിഞ്ഞ് പ്രകാശരശ്മി പതിക്കുക. അത് വളരെ പെട്ടെന്നൊന്നും നമുക്ക് കുഞ്ഞുങ്ങളെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. കുഞ്ഞ് പഠനകാലത്ത് തലവേദന അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും പെയിൻ ഒക്കെ പറയുമ്പോഴാണ് നമ്മൾ അസ്റ്റിഗ്മാറ്റിസം കറക്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്ത് തന്നെ എറർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാം. അടുത്തത് ഹൈപ്പർമെട്രോപ്പിയ അഥവാ ലോങ് സൈറ്റ്. ലോങ് സൈറ്റും പൊതുവെ വളരെ റെയർ ആണ് ചിൽഡ്രൻസിൻ്റെ കേസിൽ വരിക. പ്രായം കഴിയുമ്പോൾ വരുന്ന ചേഞ്ചസ് ആണ്. ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുമ്പോൾ നമ്മുടെ റെറ്റിനയിൽ പതിക്കേണ്ട പ്രകാശരശ്മി റെറ്റിനയുടെ പുറകുഭാഗത്ത് വന്ന് പതിക്കുന്നത് മൂലം വരുന്ന ഒരു കാഴ്ചാവൈകല്യമാണിത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഒരു നേത്രവൈകല്യമാണ് സ്കിൻ്റെ, കോങ്കണ്ണ്, മറുകണ്ണ് എന്നൊക്കെ നമ്മൾ പറയും. എന്താണ് സ്കിൻ്റെ? അതായത് കുഞ്ഞിൻ്റെ ഒരു കണ്ണ് നേരെയുള്ള വസ്തുവിലേക്ക് നോക്കുകയും മറുകണ്ണ് എതിർദിശയിലേക്ക് നോട്ടത്തിൽ ചേഞ്ചസ് വരുന്നൊരു അവസ്ഥയാണിത്. കുഞ്ഞ് നേരെ നോക്കുന്ന വസ്തുവിൻ്റെ കാഴ്ചശക്തി നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബ്രെയിനിൽ വന്ന് തട്ടുകയും അത് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെ ആ ഒരു ഇപ്പോൾ റൈറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ് കുറച്ചുകൂടി ആക്റ്റീവ് ആയിരിക്കും. നേരെ മറിച്ച് അവർ തെറ്റായി നോക്കുന്ന ദിശയിലുള്ള കണ്ണിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും. ഈ ഒരു അവസ്ഥയെ നമ്മൾ ആംബ്ലിയോപ്പിയ അഥവാ ലേസി ഐ, മടിയനായിട്ടുള്ള കണ്ണ് എന്നും പറയാറുണ്ട്.
അത് ഒരു കണ്ണ് മാത്രം അവർക്ക് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതർ ഐയെ മടിച്ച് അവർ വർക്കൗട്ട് ചെയ്യാതെ അതിങ്ങനെ ലേസി ആയിട്ട് അതിൻ്റെ വിഷന് കറക്റ്റ് ആവാതെ അതിങ്ങനെ മങ്ങി മങ്ങി പോകുന്ന ഒരവസ്ഥ. ഒരു 7 വയസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് ട്രീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്, ഫുൾ കറക്ഷൻ അല്ലെങ്കിലും നമുക്കൊരു പരിധി വരെ ഇതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 7 വയസ്സിന് മേലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ റിഫ്രാക്റ്റീവ് എറേഴ്സിനെ കറക്ഷൻ ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതും റെയറായിട്ടും കണ്ടുവരുന്ന ഒരു നേത്രരോഗമാണ് റെറ്റിനോബ്ലാസ്റ്റോമ, അതായത് കണ്ണിനുണ്ടാകുന്ന ക്യാൻസർ. കണ്ണിലെ ട്യൂമറിൻ്റെ കോശങ്ങൾ കണ്ണിനുള്ളിൽ വളരുകയും അത് പിന്നീട് കണ്ണിന് പുറമേക്ക് വ്യാപിക്കുകയും ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്യുന്ന ഒരു രോഗമാണിത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിലെ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു നേത്രരോഗമാണ് ഇഞ്ചുറീസ്. കുഞ്ഞുങ്ങൾ വികൃതിയുള്ളവരാണ്. അവർ ഇപ്പോൾ കണ്ണിൽ എന്തെങ്കിലും തട്ടിയിട്ട്, അതായത് കണ്ണിലെ ബോളോ അല്ലെങ്കിൽ പെൻസിൽ, ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പെൻസിലിൻ്റെ മുന തട്ടിയോ വീണിട്ടോ കണ്ണിന് ക്ഷതം ഏൽക്കുകയും കുട്ടികൾ ചിലപ്പോൾ പേടി കൊണ്ട് അത് പറയാനായിട്ട് മടിക്കും. കുറച്ച് നാളുകൾക്ക് ശേഷം ചിലപ്പോൾ കണ്ണിന് വീക്കോ വേദനയോ ആയിട്ടാവാം നമ്മളത് കണ്ടുപിടിക്കാം. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നതും കുഞ്ഞുങ്ങളുടെ കാഴ്ചയ്ക്ക് ഭാവിയിൽ തടസ്സം സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ അവരെ സ്കൂളിലേക്ക് ചേർക്കുന്നതിന് മുന്നോ അല്ലെങ്കിൽ കുഞ്ഞ് വായിക്കുന്ന ഒരു പീരീഡ് ആവുമ്പോഴോ തീർച്ചയായിട്ടും അവരുടെ കാഴ്ചയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് ചെക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ്. താങ്ക് യു. നല്ല കാഴ്ചയ്ക്കായി ഞങ്ങളുണ്ട് കൂടെ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ചന്തകുന്ന്, നിലമ്പൂർ.